എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. നിങ്ങൾ നോക്കുക, ഈ വണ്ടി ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതെടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഈ ഒരു റോഡ് നല്ല തിരക്കുള്ള റോഡാണ്, വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. വണ്ടി വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾ നോക്കുക. നിങ്ങൾക്കറിയാം, ഇത് കാണുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് പിന്നെ പോകുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡിലേക്ക് അധികം കയറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പിന്നെ അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടം വരെ റിവേഴ്സ് വന്നിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് എടുക്കണം. ആ ഒരു ട്രാക്കിലാണ് നമുക്ക് പോകേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് വരുന്നതിന് പകരം ഏറ്റവും നല്ല വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് തന്നെ മാക്സിമം ഇങ്ങനെ തിരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ബാക്കിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, റോഡിലേക്ക് എടുക്കാതെ. അതിനുശേഷം വണ്ടി ഇങ്ങനെ ആക്കിയിട്ട് പതിയെ റോഡിലേക്ക് കയറ്റണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ വണ്ടിയുടെ അകത്ത് കയറുന്നു. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വണ്ടിയുടെ അകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഗിയർ റിവേഴ്സ് ഗിയർ ആക്കുന്നു. റിവേഴ്സ് ഗിയർ ആക്കി അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, അതിനുശേഷം ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനാണ് പോകുന്നത്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തിട്ട് പിന്നീട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് എടുക്കുന്നു. സ്റ്റിയറിംഗ് റൈറ്റിലേക്കാണ് തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, മിററിലൂടെ കൃത്യമായി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കണം. രണ്ട് മിററിലെയും കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കണം. എന്താ മിററിൽ നോക്കിക്കൊണ്ട് ഞാനിതാ പിന്നെ ബാക്ക് എടുക്കുന്നു. സെൻട്രൽ മിററും കൂടെ നോക്കണം. റോഡിലേക്ക് കയറുന്നില്ല എന്ന് നോക്കുക. ടയർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് റിവേഴ്സ് എടുക്കണം. പതിയെ ഞാൻ റിവേഴ്സ് എടുക്കുന്നു. നോക്കി നിങ്ങൾ, പതിയെ റിവേഴ്സ് എടുക്കുന്നു. ഇത്ര ഞാനിപ്പോൾ റിവേഴ്സ് എടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ഞാനിത് ഇങ്ങനെ റിവേഴ്സ് എടുത്തു. നോക്കി നിങ്ങൾ, ഇതാ ഞാൻ റോഡിലേക്ക് കയറിയിട്ടില്ല വണ്ടി. ആക്ച്വലി ഇതാ ഇവിടെ നിങ്ങൾ നോക്കുക, റോഡിലേക്ക് കയറിയിട്ടില്ല. ഈ ഒരു കോർണർ ഇതാ മാക്സിമം ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കി, നിങ്ങൾ മാക്സിമം ആയെന്ന് എങ്ങനെ മനസ്സിലാക്കാം, ഇതാ ഈ മിറർ നോക്കിയാൽ മനസ്സിലാക്കാം. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ വണ്ടി മൂവ് ആക്കുന്നു. നോക്കി നിങ്ങൾ, പതിയെ മുന്നോട്ടേക്ക് മൂവ് ആക്കുന്നു. ഇതാ പതിയെ മൂവാക്കി. റോഡിലേക്ക് ഞാൻ കയറിയിട്ടില്ല, നിങ്ങൾ നോക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഈ ഒരു കണ്ടീഷനിൽ വണ്ടി നിർത്തണം. നിങ്ങൾ നോക്കി, ഇതാ ഞാൻ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുന്നു. ഇതാ സ്റ്റിയറിംഗ് ഇപ്പോൾ ഞാൻ സ്റ്റഡി ആക്കിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കണ്ടീഷനിൽ, അതായത് ബാക്കിൽ നിന്നുള്ള കാഴ്ച കൃത്യമായിട്ട് മിററിലൂടെ കാണുന്ന പോലെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. മുമ്പൊന്നും വണ്ടിയില്ലാത്ത സമയം നോക്കണം, ബാക്കൊന്നും വണ്ടിയില്ലാത്തൊരു സമയം നോക്കിയിട്ട് മാത്രമേ റോഡിൽ കയറാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. വളരെയധികം ശ്രദ്ധിക്കണം. ചെരിഞ്ഞു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം ഇങ്ങനെ ചെരിഞ്ഞു പോകാം. അതായിരിക്കും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിൽ ധാരാളം വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല ക്ഷമയോട് കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ ഒരു ക്ഷമ കാണിക്കണം ഇങ്ങനെയുള്ള റോഡുകളിൽ. ഇനി നിങ്ങൾ നോക്കുക, പതിയെ ഞാൻ ഈ ഒരു ട്രാക്കിലേക്ക് ആദ്യം കയറും, എന്നിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പോകാനാണ് പോകുന്നത്. നോക്കുക നിങ്ങൾ, ബാക്കിൽ നിന്ന് ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്, അങ്ങനെ കയറാൻ വേണ്ടി കഴിയില്ല. അതാ ഇപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടിയില്ല. ഇതാ ഞാൻ പതിയെ കയറുന്നു. ഫ്രണ്ടിൽ നിന്നും വണ്ടിയില്ല, ഞാനിതാ പതിയെ കയറുന്നു. ഇതാ മിറർ നോക്കിയിട്ട് പതിയെ കയറുന്നു. ഇതാ പതിയെ കയറി ഇതാ ലെഫ്റ്റ് ട്രാക്കിലേക്ക് പതിയെ മൂവ് ആവുന്നു. മിറർ നോക്കിക്കൊണ്ട് ട്രാക്കിലേക്ക് മൂവ് ആവുന്നു. കണ്ടില്ലേ? വളരെ സ്മൂത്തായിട്ട് ഞാനിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം, നിങ്ങൾ പഠിക്കണം. അപ്പോൾ നല്ല ഓരോ സ്റ്റെപ്പുകളാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വളരെ ഈസി ആയിരിക്കും. വെറുതെ നമ്മൾ റോഡിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം, വലിയ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. വളരെ സ്മൂത്തായിട്ട് ഇതേപോലെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ.